ഗ്രീനിഫൈ ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പുതിയ ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ചൈനീസ് വോൾസ് എന്ന പ്ലാന്റ് നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്. ഇഷ്ടംപോലെ ഫ്ലവർ കിട്ടുന്ന പ്ലാന്റും നമ്മൾ എല്ലാവരും ആകർഷണമായ ഒരു പ്ലാന്റാണ് ഈ ചൈനീസ് വോൾസ്. നമ്മൾ ഗാർഡനിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഉടനെ ആദ്യം മേടിക്കുന്ന പ്ലാന്റ് ചിലപ്പോൾ ചൈനീസ് വോൾസ് ആയിരിക്കും. അപ്പം നന്നായി പൂക്കൾ കണ്ടുകൊണ്ടാണ് എല്ലാവരും മേടിക്കുന്നത്. പക്ഷേ ഈ പ്ലാന്റ് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ വെയിലുള്ള അവസരങ്ങളിൽ വാടിപ്പോവുകയും മഴയുള്ള അവസരങ്ങളിൽ ഇത് അഴുകിപ്പോവുകയും ചെയ്യുന്നതാണ് ആ ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. ഈ രണ്ട് കാര്യത്തിന് നല്ലൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേനൽക്കാലത്ത് നമുക്ക് വെയിലത്ത് വെച്ച് കിളിപ്പിക്കുകയും ചെയ്യാം, പ്ലാന്റ് വാടത്തില്ല. മഴക്കാലത്ത് നമുക്ക് മഴയത്ത് വെച്ച് കിളിപ്പിച്ചാൽ നമ്മൾ പ്ലാന്റ് അഴുകി പോകത്തുമില്ല. ഈ രണ്ട് രീതി ഞാൻ കാണിക്കുവാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരൊറ്റ പ്ലാന്റിൽ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ കാണിക്കുവാണ്. അപ്പോൾ ഈ കാണിക്കുന്ന രീതി എങ്ങനെയൊക്കെയാണെന്നുള്ള അറിയണമെങ്കിൽ നമുക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഓർക്കിടൊക്കെ നടന്ന ഒരു പോർട്ട് എടുക്കുക. ഇതുപോലെ 4 സൈഡ് ഹോളുണ്ട്, അടിയിലും ഹോളുണ്ട്. ഈ അടിയിൽ ഹോളുള്ള ഇതുപോലെ ഒരു പോർട്ട് എടുക്കുക ആദ്യം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിന് അടിയിൽ വെക്കാൻ ഒരു പ്ലേറ്റ് എടുക്കുക. ഇതൊരു പ്ലേറ്റ്, നമുക്ക് പ്ലാസ്റ്റിക് പ്ലേറ്റ് കിട്ടും മേടിക്കാൻ. അപ്പോൾ നമ്മുടെ ഈ പോർട്ടിനേക്കാൾ വലുതായിരിക്കണം പ്ലേറ്റ് എപ്പോഴും. നമ്മൾ വെക്കുമ്പോൾ ഇതുപോലെ ഇരിക്കണം. ഈ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പോർട്ടിലേക്കുള്ള വേര് വരുമ്പോൾ, ഈ പ്ലാന്റിൻ്റെ വേര് വരുമ്പോൾ നമുക്ക് വേര് പിടിച്ചു മാറുകയും ചെയ്യണം. അതിനുവേണ്ടിയാണ് നമുക്ക് വേറെ എന്തെങ്കിലും ചെടികൾ വേണമെങ്കിൽ ഇവിടെ നടുകയും ചെയ്യാം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു വലിയ പ്ലേറ്റ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ പ്ലേറ്റ് ആയിരിക്കണം എടുക്കുമ്പോൾ. അപ്പം നമ്മൾ ഇതിനകത്ത് നമ്മൾ നിറയ്ക്കാൻ പോകുന്നത് ചകിരിച്ചോറാണ് നിറയ്ക്കാൻ പോകുന്നത്. അത് ഞാൻ കാണിക്കുന്നതാണ്. ഇതുള്ള ചകിരിച്ചോറ് മൊത്തം നിറയ്ക്കണം. ഇതുപോലെ മുക്കാലോളം ചകിരിച്ചോറ് നിറച്ചിട്ട് നമ്മൾ താപ്പോട്ടൊന്ന് ശരിയായിട്ടൊന്ന് അമ്മക്കി കൊടുക്കണം. ചെറുതായിട്ട് ഈ ചരിച്ചോറൊന്നും ഇതിലെ പൊഴിഞ്ഞ് വന്ന് ഇതിലെ തൂത്തൊന്ന് മാറ്റിയാൽ മതി. ചരിച്ചോറ് ഇങ്ങനെ തൂത്ത് മാറ്റിയാൽ മതി, ബാക്കി കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിന് മണ്ടയ്ക്ക് നമ്മൾ നടാൻ പോകുന്ന പ്ലാന്റ്, ചൈനീസ് വോൾസ് ഒരു പ്ലാന്റ് നടുക. ഇതാണ് ചൈനീസ് വോൾസ് ഒരു പ്ലാന്റ്. നമ്മൾ സ്വന്തമായിട്ട് കിളിപ്പിച്ചെടുത്തൊരു പ്ലാന്റാണ് ഇത്. നമ്മൾ ഇതാണ് നടുന്നത്. അതിൻ്റെ പേപ്പർ ഗ്ലാസ് മാറ്റുക. ഇതേപോലെ മാറ്റിയിട്ട് നമ്മൾ ഈ പ്ലാന്റിനെ ഇതിനകത്ത് നടുന്നു. എന്നിട്ട് ബാക്കി ചകിരിച്ചോറിട്ട് ഫില്ല് ചെയ്യുക. ഇത് ചകിരിച്ചോറിട്ടെല്ലാം മൊത്തം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ വെള്ളം നേരെ നമ്മുടെ ഫുൾ ചകിരിച്ചോറ് നനഞ്ഞതിൻ്റെ ബാക്കി വെള്ളം നമ്മൾ അടിയിലുള്ള ട്രേയിൽ വരും. ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഫുള്ള് ചകിരിച്ചോറ് കുതിർന്ന് കഴിയുമ്പോൾ നമ്മുടെ അടിയിൽ ട്രേക്കകത്ത് വെള്ളം വരും. ഇതുപോലെ ട്രേക്കകത്ത് ഈ വെള്ളം ഊറി നിൽക്കും. ഈ ഊറി നിൽക്കുന്ന വെള്ളം, ഈ വരുന്ന വേരുകൾ ശരിക്കും നമ്മൾ ഈ റൂട്ട് വെളി വന്നിട്ട് ഈ വെള്ളം മൊത്തം പിടിച്ച് കറക്റ്റ് നമ്മൾക്ക് പിടിക്കി കിട്ടുമ്പോൾ നമ്മുടെ നല്ല വേലുള്ള അവസരങ്ങളിൽ ഈ പ്ലാന്റ് വാടിപ്പോകാതെ നമുക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടി ഇത് പ്ലാന്റ് നിൽക്കും. നമ്മൾ ഇതിന് മേളിലാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത്. താപ്പോട്ടുള്ള വേരേ വരത്തുള്ളൂ. അതുകൊണ്ട് ഈ പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് അഴുക്കായി പോകത്തില്ല. അപ്പോൾ റൂട്ട് വന്നിട്ട് ശരിക്കും വെള്ളം പിടിച്ചിട്ട് നമ്മൾ ഈ പ്ലാന്റ് അഴുകാതെ കേടാവാതെയും ഈ ചൂട് സമയങ്ങളിലൊക്കെ നിൽക്കും. മഴ സമയങ്ങളിലാകുമ്പോൾ ഈ ട്രേ നമ്മൾ മാറ്റി കൊടുക്കണം. മഴ സമയങ്ങളാകുമ്പോൾ ഈ ട്രേ അങ്ങ് മാറ്റിയാൽ മതി. വെറുതെ നിലത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. നമുക്ക് പ്ലാന്റ് നല്ല ഉഷാറായിട്ട് കിളിച്ച് നിൽക്കും. അതുപോലെ കിളിച്ച ഒരു പ്ലാന്റ് ഞാൻ കാണിക്കാം. അപ്പം ഇത് എത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഈ നടുന്ന രീതികൾ. ഇത്രയാണ് നട്ട് കഴിഞ്ഞു. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ നട്ടിരുന്ന ഒരു പഴയ പ്ലാന്റാണ് ഈ കാണുന്നത്. ശരിക്കും റൂട്ടായ പ്ലാന്റാണ്. ഉണ്ടല്ലേ, ശരിക്കും റൂട്ടായി. അതിൻ്റെ എല്ലാ വേരുകളും തടിയിൽ വന്നിട്ട് ഈ ട്രേയിലെ വെള്ളത്തിനകത്ത് എല്ലാം നിറഞ്ഞു കിടക്കുവാണ്. ആ വേരിനകത്ത് വെള്ളം ഇഷ്ടംപോലെ ശേഖരിച്ച് ഈ പ്ലാന്റിന് കൊടുക്കുന്ന കാരണത്താലാണ് ഈ പ്ലാന്റ് വാടാത്തത്. നല്ല വെയിലത്തിരുന്ന പ്ലാന്റാണിത്. ഇഷ്ടംപോലെ പൂക്കളുമുണ്ട്. പ്ലാന്റിന് വാട്ടകം വരില്ല വെയിലത്തിരിക്കുമ്പോൾ. അപ്പം മഴ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അടിയിലെ ഈ ട്രേ നമ്മളൊന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. ഈ ട്രേ അന്നേരം മഴ സമയത്ത് ഉപയോഗിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മഴവെള്ളം എത്ര ഈ പോട്ടിൽ വീണാലും ഇതിലെ വാർന്ന് പോവുകയും ചെയ്യും. നമ്മൾ ഈ പ്ലാന്റ് കേടാവത്തില്ല. ഇതാണ് മഴ സീസണിലും നമ്മളെ ഈ ചൂട് സമയങ്ങളിലും ഈ പ്ലാന്റിനെ സംരക്ഷിക്കുന്ന രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മെത്തേഡുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റുകളും നമുക്ക് രേഖപ്പെടുത്തേണ്ടതാണ്. എല്ലാത്തിനും ഞങ്ങൾ മറുപടി തരുന്നതാണ്.